ഗവൺമെന്റ് പ്രയത്നിച്ചെങ്കിൽ ജോലിയും കിട്ടുള്ളൂ, പൈസയും കിട്ടും. എത്ര പേരൊക്കെ മക്കളോ. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എവിടെയാ ഇപ്പൊ എവിടെയാ? അവിടെയല്ല, അപ്പുറത്തല്ല താമസിക്കുന്നത്. അപ്പുറത്തെ പറമ്പിലല്ല താമസിക്കുന്നത്. താമസിക്കാൻ എവിടെയാ? ഇതിലക്കട്ടയില്. ആണോ? ഞങ്ങളുടെയൊക്കെ അടുത്താ. ആ, ജോലി എവിടെയാ? ജോലി മെഡിക്കൽ കോളേജില്. മെഡിക്കൽ കോളേജ് ദിവസേന പോകുമ്പോൾ പരിപാടി. ആ, എന്നാലും അവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടോ? അവിടെ എന്തിനാ താമസിക്കുന്നത്? പോയി വരാലോ. പോയി വരാലോന്ന്. പോയി ഒരുപാട് ആ, കെട്ടൊന്നും വളർന്നിട്ട് കണ്ടിട്ടില്ലല്ലേ താമസിക്കത്തക്ക പോലെ. നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുന്നവർ കിടക്കേണ്ട വരിക അതേ ഉള്ളൂ. അതുകൊണ്ടുള്ളൂ എല്ലാവർക്കും ബലം പറയാൻ പറഞ്ഞ അവരൊരു പണിയോ. കഞ്ഞി കുടിച്ചോ? ഇല്ലേ, ഇപ്പഴേ ജാഗ്രതയായോ അവിടെ പോയി ഇങ്ങോട്ട് വന്നിട്ട്. അവിടെ എന്നത്തിന് പോയതാ? അവിടെ എവിടെ പോയതാ? പ്രാർത്ഥിക്കാൻ, നേർച്ച കഴിക്കാൻ. അവിടെ എവിടെ പോയതാണ്? ഞാനെങ്കിലും പോയി ഇങ്ങ് വന്നതല്ലേ, ഇങ്ങോട്ട് വന്നതല്ലേ. ആണോ? എവിടുന്നാ? വീട്ടില്ല. എത്ര പേര്? എത്ര പേരാ? 3 പേര്. 3 പേര്. 3 പേരാ? 3 പേർക്ക് പിള്ളേർക്കുണ്ടോ? 3 ആണും 1 പെണ്ണുമല്ലേ? 3 ആണും 1 പെണ്ണുമല്ലേ? ആണോ? നീ ഞായറാഴ്ചയല്ലേ? നീ ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ചയോ? ആണോ? എനിക്കറിയത്തില്ല. കിടക്കാൻ പോവാം. കിടക്കാൻ പോവാണോ? ചുമ്മാ കണ്ടേക്കാം. പുറത്തേക്കൊന്നും നടക്കുന്നില്ലേ? ഇങ്ങോട്ടൊന്നും നടക്കുന്നില്ലേ? നടക്കുന്നില്ലേ? ഇതിലേക്ക് നടക്കണില്ലേ? ചുമ്മാ എപ്പോഴും നടക്കാൻ പറ്റുന്ന കാര്യം കഴിക്കുന്നത്. ചെരുപ്പില്ലേ? ചെരുപ്പ് എന്തി? ചെരുപ്പ് ചെരുപ്പൊക്കെ ഇപ്പൊ ഇട്ടോ നടക്കണില്ല. പാടാ. വലത്തൊക്കെ പോകുമ്പോട്ട് പള്ളിയിൽ പോക്ക് ചെയ്യാൻ. പള്ളി പോണില്ലല്ലോ. അടുത്ത പള്ളിയില്ലേ? പള്ളിയുണ്ട്, നടക്കത്തില്ല. മടിയാ മടി. അമ്മ പോവോ? അമ്മ പോവോ? അമ്മ പോണില്ല. പോയല്ലേ? പോയല്ലേ? എല്ലാവർക്കും കഴിയാണ്. അമ്മ പോയാൽ പള്ളി ഇരിക്കല അല്ലേ കുഴപ്പം? അമ്മ പോയാലേ പള്ളിയിൽ ഇരിക്കല്ലേ ഏറ്റവും ഓടും. ഓടി നടക്കും. അതുകൊണ്ടാ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, കയറ്റ് പോയോ? എവിടെയാ? ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരൊക്കെയാ? അല്ലാണ്ട് കൂടാറുണ്ടോ? ഇപ്പൊ ഉണ്ടായിരുന്നു ചെറുപ്പക്കാര്, പിള്ളേരായിട്ട്. ആരാ? അതിനാണ്ട് വന്നിരുന്ന ആരായിരുന്നു അവിടെ ഇരുന്നേ? പിള്ളേരുമായിട്ട് രണ്ടൊക്കെ പറഞ്ഞ് കളിച്ചൊക്കെ ഇരുത്താ. ചേച്ചി പോയി തോന്നുന്നു. ആരൊക്കെ ഇല്ല. ആരാ വന്നാക്കണേ? ഈ വന്നിരിക്കുന്ന ആരാ? ഇരിക്കണോ? അതൊരു മകൻ. ഏത് മകനാ? ഏതൊന്നൊന്നുമില്ല, ഏതായാലും ഒരു മകനാ. ഏതായാലും മകനാണോ? എലിക്കുട്ടിയമ്മയുടെ മകനാണോ? ആരെയാ? എലിക്കുട്ടി അമ്മയുടെ മകനാണോ? എന്റെയാ? എന്റെ കൊണ്ടായിരുന്നു. അല്ലേ? പിന്നെ ആരുടെ? പിന്നെ ആരുടെ മകനാ? എത്ര പേരൊക്കെ മക്കളോ. ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ഇല്ല. അതൊക്കെ ഈശോ കൊടുത്തിരിക്കുന്ന ഈശോയ്ക്ക് അതിന്റെ അളവ് കണക്ക് പറയത്തുള്ളൂ. മനുഷ്യൻ പിന്നെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രം. രസത്തിന് ചോദിക്കണമെന്നേ ഉള്ളൂ. എലിക്കുട്ടിയമ്മയുടെ മകനല്ല അല്ലേ? എലിക്കുട്ടിയുടെ മകനല്ല. എലിക്കുട്ടിയുടെ. എന്റെയോ? എന്റെ മക്കളൊക്കെ വീട്ടിലുണ്ടോ? പിന്നെ അവര് 3-4 ആളുകളും ഉണ്ട്. പെണ്ണുങ്ങൾ ഒരു പെക്കച്ചു, ഒരു പെണ്ണുള്ളൂ. അവന്റെയാ? അവന്റെ പേര് നമ്മുടെ വീട്ടിലുള്ളവരുടെ പേരാ. ഓർക്കണില്ലേ? നമുക്ക് അർദ്ധന്മാരുടെ പേരെല്ലാം വരുള്ളൂ.
ആ എലിക്കുട്ടിയുടെ മകൻ സാബു ആണോ അത്? ആ? എലിക്കുട്ടിയുടെ മകൻ സാബു ആണോ ഇതെന്ന്? ഇത് ഇതല്ലേ? ആ അതെ. സാബു ആണോ? എന്നിട്ട് പറഞ്ഞ അതിലൊക്കെ വേറെ ആണെന്ന് പറഞ്ഞേ. ഏ? എലിക്കുട്ടിയുടെ അല്ലെന്നാണല്ലോ തുമ്പേ പറഞ്ഞേ. അതെ കള്ള. എലിക്കുട്ടിയുടെ അല്ലെന്നാണല്ലോ തുമ്പേ പറഞ്ഞേ. കേട്ടില്ലേ? ഇത് തിരിച്ചു കിട്ടിയില്ല. എലിക്കുട്ടിയുടെ ഉം. മകൻ അല്ലെന്നാണല്ലോ പറഞ്ഞേ. അല്ലല്ലോ. ആ ആ ആ എൻ്റെ അല്ല. ആ അല്ലേ? പക്ഷെ എൻ്റെ സഹോദരങ്ങളാണ്. സഹോദരൻ കടയാണോ? സഹോദരൻ കടയൊന്നുമല്ല. എനിക്ക് അവര് ആ പിള്ളേര് അങ്ങനെ അധികം ഉണ്ടായില്ല. മൂന്ന് പേരെ പേരെന്ന് പറഞ്ഞേ, ഓർത്ത് നോക്കി. ഉം. 3 പേരുടെ പേരൊന്ന് ഓർത്ത് നോക്കിക്കേ. 2 പേര് ഉണ്ടായിട്ടോ 2 പേരേ ഉള്ളൂ? എനിക്ക്. ആണോ? ആരൊക്കെയാ? അത് ഉള്ളവര് 2-3 പേര്. അതാരൊക്കെയാ? ആരൊക്കെയാണെന്ന് എല്ലാത്തിനും ഓർത്തിരിക്കുക. പേരൊന്നും നമ്മുടെ ഓർമ്മ കിട്ടുന്നില്ലല്ലേ? രാവിലെ ഇന്നലെ ആണ്ട് 2 പേരെ പേര് പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ചേട്ടാടെയും പേര് പറഞ്ഞു, ബാക്കി ആരെയും പേര് പറഞ്ഞില്ല. ഇപ്പം അതിടയ്ക്ക് കണ്ടവാനം മറന്നു പോകുന്നുണ്ട്. ഇപ്പം നമ്മളെ ആഴ്ചത്തോറും ഒക്കെ എണ്ണുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നു വെച്ചാൽ അതങ്ങ് മറന്നു പോകും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. ഒന്നും ഓർമ്മ വെച്ച് കിട്ടിയല്ല, ഒന്നും പറഞ്ഞാലും കിട്ടിയില്ല. സാബുവിൻ്റെയൊക്കെ പോകുന്നുണ്ടോ? സാബുവിൻ്റെ കൂടെ പോകുന്നുണ്ടോ? സാബുവിൻ്റെ കൂടെ പോകുന്നുണ്ടോ? സാബുവിൻ്റെ കൂടെ പോകുന്നുണ്ടോന്ന്? അവര് കൂടെ പോകുന്നുണ്ടോന്ന്? വീട്ടിലോ? ആ അവൻ്റെ വീട് എവിടെയാ? സാബുവിൻ്റെ വീട് അപ്പുറത്തല്ലേ? താമസമായോ? പിന്നെ അവിടെയാ താമസിക്കുന്നത്. താമസിക്കണോ? ആ ഞാനേ ചൂട് അറിയാമല്ലോ. ആട്ടാ കിടക്കണം. എനിക്ക് അറിയില്ല. എന്നിട്ടുണ്ടല്ലോ. അത് ഏത് ഭാഗത്താന്ന് പോലും അറിയില്ല. അപ്പം അതൊന്നും ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വരവിലല്ല ഉണ്ടാക്കിയതല്ല. എന്നാ ശ്വാസം വരാത്തത് അറിയില്ല. ഉച്ചകാലത്ത് വന്നേച്ച് പോയതാ, പിന്നെ വന്നിട്ടില്ല. ഏത് ചാച്ചൻ? ഏത് ചാച്ചനാ? 7 ചാച്ചന്മാരുണ്ടോ? എത്ര ചാച്ചന്മാരുണ്ട്? 1 2 ഒക്കെ ഇല്ല. ആണോ? അത് ബന്ധപ്പെട്ടവരല്ലാതെ അതിന് പേരില്ലേ? ചാക്കാനും വെച്ച ജയിൽ വേണം. അതുകൊണ്ട് കാര്യമില്ല. ചാച്ചന് പേരില്ലേ? അവരുടെ വായി ഇരിക്കണ കാക്കാൻ. ചാച്ചന് പേരില്ലേ? ഇവിടെ ആരോ ഉള്ളേ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട്. ഉണ്ടോ? അമ്മയല്ല ഉള്ളോ? സഹത്തിലില്ലല്ലോ. അച്ഛനില്ല. മറ്റത് ഓർത്തല്ലോ, അമ്മ മാത്രമേ ഉള്ളെന്നുള്ള കാര്യം. അമ്മ പുറത്തോട്ടൊക്കെ എടുക്കും. എലിക്കുട്ടി പുറത്തൊന്നും പോയി ഇടിക്കില്ല. അമ്മേനെ പുറത്തിറക്കി വിട്ടിരിക്കുക. അമ്മേനെ പുറത്തിറക്കി വിട്ടിരിക്കുന്നത്. എലിക്കുട്ടിയൊന്നും ഇടിക്കുകയല്ലേ? അകത്ത് എനിക്ക് തിരിക്കില്ല. അമ്മേനെ പറഞ്ഞ് വിട്ടിരിക്കുക എടുക്കാൻ. തലേണ കയറി കിടക്കാഞ്ഞിട്ടാ. തലേണ കയറി കിടക്കാഞ്ഞിട്ടാന്നേ. വീട്ടിൽ പിള്ളേർ ഉണ്ടല്ലോ 2-3 പേര്. അവരൊക്കെ എന്നാ ജോലി എടുക്കുവാണോ അതോ ഇനി വേറെ വല്ലത്ത് പോയോ? ഇതൊന്നും അന്വേഷിക്കാതെയാണോ പോന്നതെന്ന്? ആര്? എലിക്കുട്ടി. അവരോ? അമ്മേ. ഞാനെന്താ അന്വേഷിക്കണം? പിന്നെ പിള്ളേരുടെ കാര്യം അമ്മമാരല്ലേ അന്വേഷിക്കണേ? പിള്ളേർ വീട്ടിൽ ഉള്ളപ്പോൾ ഞാൻ എന്നാ അവിടെ വേറെ ആൾക്കാരും ഉണ്ട്. ആണോ? പിന്നെ ബന്ധുക്കളും ഉണ്ട്, അമ്മമാരും ഉണ്ട്, എല്ലാവരും. വേറെ അമ്മമാരുണ്ടോ? ചേട്ടന്മാർ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരാളും ഒരറ്റമൊന്നും അല്ല. അവര് പിള്ളേരെ നോക്കിക്കോളിയല്ലേ? പിന്നെന്നാ അവര് പിള്ളേരെ നോക്കിക്കോളിയല്ലേന്ന്? പിള്ളേരെ നോക്കാന്നാ അവര് പിള്ളേർ പറയായി. ആയോ? പിന്നെ എത്ര വയസ്സായി? പിള്ളേർ ഒരുമാതിരിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തും. ആണോ? എടുക്കട്ടെ. ഇപ്പം എത്ര വയസ്സായി പിള്ളേർക്ക്? 5-10 വയസ്സായി. ആ അതാണോ വലിയ പ്രായം? അത് കുഞ്ഞു പിള്ളേരല്ലേ? അത് കുഞ്ഞു പിള്ളേരല്ലേ? കുഞ്ഞു പിള്ളേർ? ആ കുഞ്ഞു പിള്ളേർ എവിടെയായിരിക്കും? 5-10 വയസ്സെന്ന് പറഞ്ഞ കുഞ്ഞു പിള്ളേരല്ലേ? എവിടെ? എലിക്കുട്ടിയമ്മ പറഞ്ഞത് 10 വയസ്സായെന്ന് പറഞ്ഞു. പിന്നെ എത്ര വയസ്സായി? എലിക്കുട്ടിയമ്മയുടെ മകൾക്ക് ഇപ്പോൾ 5-10 വയസ്സേ ഉള്ളൂ. 8-10 വയസ്സായി. ആ 8-10 വയസ്സേ ഉള്ളൂ. എലിക്കുട്ടിയമ്മ എങ്ങാണ്ട് പോയി കിടക്കുവാണ്. വീട്ടിൽ നോക്കാൻ ആളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ചേട്ടത്തിമാരും അനിയത്തിമാരും വീട്ടുകാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എലിക്കുട്ടിയമ്മ എവിടെയാണെന്ന് എലിക്കുട്ടിയമ്മയ്ക്ക് അറിയത്തില്ല. അതാണ് എലിക്കുട്ടിയമ്മയുടെ പ്രശ്നം അല്ലേ? എലിക്കുട്ടിയമ്മ എവിടെയാ ഇപ്പം? നീ പുറത്തുള്ള കാര്യമൊക്കെ ചെന്ന് നോക്കൂ. ആരാ നോക്കണേ?
അമ്മയോട്. അമ്മയോടോ? ആ, അമ്മയെക്കൊണ്ട് പണിയിച്ചതിനായിരിക്കും അല്ലേ? എലിക്കുട്ടിയമ്മ ഇങ്ങനെ കിടന്നുകൊണ്ട് അമ്മേനെ കൊണ്ട് പണിയിപ്പിക്കുക അല്ലേ? എലിക്കുട്ടിയമ്മയ്ക്ക് പോയി സഹായിക്കാൻ മേലേ? ഉറങ്ങാൻ പോവാണോ? വർത്താനം പറയാതെ ഉറങ്ങാൻ പോവാണോ ഒന്ന്? ഉറങ്ങാൻ ആ ഉറങ്ങാതെ എന്തെങ്കിലും ഉറക്കം വരുവാണ് ഉറങ്ങും. ആ ഉറങ്ങണ്ട. അമ്മേനെ പോയി സഹായിക്കാൻ പറഞ്ഞു. അമ്മ വിളിച്ച് അമ്മേനെ പോയി സഹായിക്കാൻ. അമ്മേനെ പിന്നെ സഹായിക്കും. അമ്മയോടെ പണിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞില്ലേ ഇപ്പം? കിടന്ന് അമ്മയോടെ ഏതാണ്ട് പണിയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞില്ലേ? പനിയോ? പണി. എന്നിട്ട് എലിക്കുട്ടിയമ്മ ഇവിടെ കിടക്കുമല്ലേ? പനി തീരും. പണിയാനുള്ള അത്യാവശ്യമായ കാര്യങ്ങളല്ല, അത് മാത്രം നടത്തുള്ളൂ. ഇതൊക്കെ ബാക്കിയൊന്നും അമ്മ എടുക്കുക. ആ, ബാക്കി ആരെടുക്കും? ഒറ്റപ്പെട്ട കാര്യമൊന്നും. അപ്പോൾ പിന്നെ അത് ആരെടുക്കും? അതൊക്കെ പിന്നെ ആരെടുക്കും? ആരാന്നോ? ആ, അത് ബാക്കി പിള്ളേർ വരുമ്പോഴും. ആ, പിള്ളേർ വരണ്ടേ? 5ഉം 10ഉം വയസ്സായ പിള്ളേരെ കൊണ്ട് പണിയിക്കാൻ പറ്റുമോ? എന്നാ 5ഉം 10ഉം വയസ്സായ പിള്ളേരെ കൊണ്ട് പണിയിക്കാൻ പറ്റുമോ എന്ന്? 5ഉം 10ഉം വയസ്സായേ പിള്ളേരെ കൊണ്ട് പണിയിക്കാൻ പറ്റുമോ? അവരൊന്നും പണിയല്ല. ആ, പിന്നെ ആരാ? അവര് കളി മാത്രം. കളി. ആ, അതല്ലേ പറഞ്ഞേ. മുഴുവനും കളിയും വിനോദവും. ആ, പിന്നെ ഏത് പിള്ളേരെ കൊണ്ടാ പണിയിക്കുന്നേ? ആ, അവരെടുക്കും. ഇവനെ പറഞ്ഞു വിട്ടാക്കാം. അവർക്ക് എടുക്കണം നോക്കി ഇരുന്നോട്ടാ മതി. ആ, അതാ പറഞ്ഞേ. അവനാ വല്ലതും ചെയ്താൽ കാര്യം നടക്കും. ആ, കാര്യം നടക്കും. അതാ പറഞ്ഞേ. ഈ മകനെ അങ്ങ് പറഞ്ഞു വിട്ടാക്കാം. ഇനി എല്ലാവർക്കും കുളിക്കുകയൊക്കെ ചെയ്യണ്ട. അതിന് പോയി കുളിക്കാൻ വരാനോ? വെയിലുള്ളപ്പോ വെള്ളമുള്ളടത്ത്. എവിടെയാ കുളിക്കണേ? പാറത്തൊട്ടിയിലാ? പാറത്തൊട്ടിയിലാണോ? എവിടെയാ? ഓലിയിലാണോ കുളിക്കുന്നേ? ഓലി പോയാണോ കുളിക്കണേന്ന്? കുളി എവിടെയാ പോയി കുളിക്കണേ? ഇവിടെ കുളിച്ചാൽ മതി. ആ, എവിടെയാ കുളിക്കണ്ടേ? ഇവിടെ കുളിക്കാൻ വെള്ളമുണ്ടോ? പിന്നെ എലിക്കുട്ടിയമ്മ പണ്ട് വെള്ളം ഇല്ലായിരുന്നല്ലോ നീ. അധികം വെള്ളമൊന്നും വേണ്ട. അതിൻ്റെ ഓർമ്മയാണ് ഇവിടെ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചത്. പണ്ട് മുഴുവൻ വെള്ളം കോരിക്കൊണ്ടില്ല. കാർന്നാലും ഇവിടെ ഉണ്ടോ? ചാത്ത് ഇല്ലേ? അത് മുമ്പ് എവിടെയാ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ, തുന്നേരെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എലിക്കുട്ടിയമ്മ പഴയ കിടക്കുവാണോന്ന് അറിയത്തില്ല. എലിക്കുട്ടിയമ്മയുടെ പോക്ക് പഴയ ഓർമ്മകളിലാണ്. വിളിച്ചാച്ചനാണോ? വല്യപ്പനാണോ? 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 വല്യപ്പനാണോ എന്ന്? വല്യപ്പൻ. ആ, അതെ. ആ, അപ്പം ചാച്ചനെ അല്ല അന്വേഷിക്കുന്നത്, വലിച്ചാച്ചനെയാണ് അന്വേഷിക്കുന്നത്. ഇവനോടൊന്നും മിണ്ടുന്നില്ലേന്ന്? ഇവനോടൊന്നും മിണ്ടുന്നില്ലേന്ന്? ഉറങ്ങാൻ പോവാണോന്ന്? ഉറങ്ങാൻ പോവാണോന്നാ ചോദിക്കണം. ഉറങ്ങാൻ പോവാണോന്ന്? ഉറങ്ങാൻ പോവാണോന്ന് അവൻ ചോദിക്കണമെന്നേ. ഉറങ്ങാൻ പോകുവാണോന്ന്? ആ, അത് സൗകര്യം പോലെ വരുമ്പോൾ അനുഭവിക്കും. എനിക്കൊരു സമയമുണ്ട്. ആ സമയത്ത് വരും. അന്നേരം തള്ളിക്കളഞ്ഞാൽ പിന്നെ പരിയേല. ഒരു കാര്യം പോലും പല കാര്യങ്ങളും. വീട്ടിലെ കാര്യം, പുറത്തെ കാര്യം, മൃഗങ്ങളുടെ കാര്യം, കൊച്ചുങ്ങളുടെ കാര്യം, എന്തെല്ലാം നോക്കും. അത് നോക്കി കഴിയുമ്പോൾ ഉറങ്ങാൻ സമയമുണ്ടോ? ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ ഉറങ്ങാൻ സമയം കിട്ടുമെന്ന്? ഇതെല്ലാം നോക്കി കഴിയുമ്പോഴേ ഉറങ്ങാൻ സമയം കിട്ടുമെന്ന്? സമയം കിട്ടുമ്പോൾ എടുക്കും. അല്ലാത്തപ്പോൾ അവിടെ കിടക്കും. പിന്നെ ചെന്നെടുക്കും. ഈ അടുക്കളപ്പണിക്ക് സമയം കിട്ടാൻ വിഷമം. ആണോ? അടുക്കളപ്പണിക്ക് സമയം കിട്ടൂലല്ലേ? എലിക്കുട്ടിയമ്മയുടെ മൂടത്ര കളിയാണ്. അവിടെയൊക്കെ അതൊക്കെ അറിഞ്ഞു പോയി. വേറെ എന്തോ ചിന്തകളിലൊക്കെയാണ് എലിക്കുട്ടിയമ്മ. അതുകൊണ്ടാണ് വെട്ടമില്ല, അതൊന്നുമില്ല. വർത്തമാനമൊക്കെ പറയാൻ എലിക്കുട്ടിയമ്മയ്ക്ക് മടി. കഞ്ഞി കുടിക്കുന്നില്ലേ? നിങ്ങളൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്യും. ഓ, കുളിക്കാൻ സമയമൊന്നും ആയില്ല. ഇതിലെ കുത്തിയിരിക്കണില്ല. കുളിക്കാൻ സമയമൊന്നും ആയില്ല നീ. അമ്മ കുളിച്ചോ? കുളിച്ചോന്നു? ആരാ? അമ്മ. ഞാൻ നേരത്തെ കുളിച്ചേ. മൊത്തം 2 മണിയായപ്പോൾ കുളിച്ചോ. ആഹാ, 2 മണി ആയില്ലല്ലോ അതിന്. പിള്ളേരൊക്കെ ഇപ്പൊ കുളിച്ചു കഴിഞ്ഞു.
തോർത്തിരിക്കുമായിരിക്കും അവിടെ വീട്ടിൽ. വലിയവരങ്ങനെ ഇല്ല. വലിയവരുണ്ടെങ്കിൽ അവർ ഓരോ പണി ചെയ്ത് വെച്ച് അവർ വേറെ കാര്യത്തിന് പോകും. അപ്പം അവിടെ ആരും ഞാൻ പോവാണ്. പോവാണ്. വീട്ടിലോട്ടാണോ? ആ പോരുന്നുണ്ടോ? കൊച്ചിൻ്റെ വീട് എവിടെയാ? പുറത്ത് വതിരക്കട്ടയില്. ആണോ? ആ വഴി ആക്കിയില്ലല്ലോ. അടുത്ത് പോയാൽ പോലും. ആ കൊച്ചുങ്ങളും അമ്മയൊക്കെ ഉണ്ടോ? ആ പോരുന്നുണ്ടോ? അമ്മയ്ക്ക് വല്ലതൊക്കെ എടുക്കാമോ? അമ്മയ്ക്ക് അമ്മ കിടക്കുമല്ലേ? കിടക്കുമല്ലേ? ആ ആ കിടക്കുവാ. ആ പോരുന്നുണ്ടോ? പോരുന്നുണ്ടോ? പോരുന്നുണ്ടോന്നോ? ഇല്ല വരെ. ഇവിടെ വേറെ പണിയുണ്ട്. ആണോ? ഇവിടെ ഒത്തിരി പണിയുണ്ട് എലിക്കുട്ടിക്ക് ചെയ്യാൻ. കടന്നോണ്ട് ഒത്തിരി പണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ട ഒന്നും നടക്കുകയല്ല. പണി ചെയ്ത് തീരാനുണ്ടോ ഒത്തിരി അല്ലേ? ആ വീട്ടിലോട്ടാണോ പോണേ? ആ വീട്ടിലോട്ടാ. ആ നമുക്കോ ധാരാ ധാരാ പോയേ? പോയതാരാ? ആരായിരുന്നു? ആ ആര്? ഇപ്പൊ പോയത് അനിയനെ. അനിയനാണോ? അനിയന്റെ മകൻ. അനിയന്റെ മകനാണോ? അവൻ എലിക്കുട്ടിയുടെ മകനാണോ ഞാൻ കേട്ടാക്കണേ? എലിക്കുട്ടിയുടെ മകനല്ലേ? ആര്? എലിക്കുട്ടിയുടെ മകനല്ലേ? ആ ആ എന്തോ പിന്നെ ആര് പറഞ്ഞു? അതെന്റെ ചേട്ടനാ. അതേ അതെന്റെ ചേട്ടനാ. അതെന്റെ ചേട്ടനാ. അതുപോലെ അവനെ പോലെയുള്ളവര് ചേട്ടന്മാരുടെ മക്കളും. ചേട്ടന്മാരുടെ മക്കളൊന്നുമില്ല, അവൻ എന്റെ ചേട്ടനാ. ആരാ വന്നേ? ആരും അങ്ങനെ പ്രത്യേകിച്ച് വന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നവരാ. ഇവിടെ ഉണ്ടായിരുന്നോ? ഇതാ ഇതാ പിന്നെ അത് കുട്ടികളുണ്ടായിരുന്നാവോ? ആണോ? അല്ല വേറെ ആരും വന്നില്ലേ? വേറെ ആരോടും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. വേറെ ആരോടും ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ അവരൊരു വേറൊരു കൊച്ചുണ്ടായിരുന്നു, ചെറുക്കൻ കൊച്ചുണ്ടായിരുന്നു. അവരിപ്പം അങ്ങ് പോയതോ. ചെറുക്കൻ കൊച്ചോ? അറിയില്ലോ. അമ്മയ്ക്ക് കൊച്ചല്ലേ? എല്ലാവരും പോയി. 3-4 പേരുണ്ടായിരുന്നു. ആണോ? അവരൊക്കെ വന്ന് കുത്തിയിരുന്ന് കുറേശ്ശെ കഴിച്ചു. കഴിച്ചോ? ഒക്കെ കഴിച്ചും കഴിക്കും. ഇനി ഇവിടെ ഒന്നും കാണിയല്ലായിരിക്കും എന്നെങ്കിൽ. എന്നാ ഇനി ഇവിടെ ഒന്നും കാണിയല്ല. എല്ലാരും കഴിച്ചു പോയെങ്കിൽ ഇവിടെ ഒന്നും കാണിയല്ല എന്നെങ്കിൽ. ഞാനല്ല കഴിച്ചെങ്കിൽ ഇവിടെ ഒന്നും കാണിയല്ലായിരിക്കും എന്ന് പറയാ. ഇതേ അമ്മയല്ലേ പറഞ്ഞു ഇവിടെ വന്ന് 4-5 പേര് വന്ന് അതൊക്കെ കഴിച്ചെന്ന്. ഇങ്ങനെ കിടപ്പാണോ? ഇങ്ങനെ കിടപ്പാണോ? വെയിലൊക്കെ പോയി ഇച്ചിരി കൊള്ളാം. അപ്പൊ ക്ഷീണമായിട്ട് വീട്ടിലോട്ട് പോകും. കിടക്കാൻ വേണ്ടി വരുന്നതല്ല. ഇത്ര ബുദ്ധിമുട്ടി വരേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഈ കിടക്കാൻ വേണ്ടി ഇങ്ങോട്ട് ബുദ്ധിമുട്ടി വരേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെയെങ്ങാനും കിടന്നാ പോരെ? വീട്ടിലോട്ട് പോകും. അവിടുത്തെ പ്രാർത്ഥനയൊക്കെ ചെല്ലും. ആണല്ലേ? ഇവിടെ പ്രാർത്ഥനയെല്ലാം മേല. ഇവിടെ കിടക്കാൻ വേണ്ടി മാത്രം വരുന്നതാ. ഇവിടെ താമസിച്ചുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാൻ കിടക്കാൻ. എല്ലാവരും പോയി കുളിക്ക്. പ്രാർത്ഥിച്ചോണ്ട് കുഴപ്പമില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേ അല്ലേ എലിക്കുട്ടിയമ്മേ? അങ്ങനെയാണോ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയാണോ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഈശോയുടെ മക്കളാണ്. അവരുടെ ഭാവി തകർന്നു പോകാതിരിക്കും. പ്രാർത്ഥന അപേക്ഷയും കൊണ്ട് കേട്ടും ചെയ്യാനുള്ള ചെയ്യാൻ പറ്റുള്ളൂ. പറയുമ്പോ അതൊക്കെ അനുസരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അനുസരിക്കാത്തങ്ങളല്ലേ? അനുസരിക്കാത്തങ്ങളാ. അനുസരിക്കാത്തങ്ങളാണ് നോക്കണ്ട. അമ്മയുടെ അടുത്തൊക്കെ നിൽക്കുന്നവരൊക്കെ അനുസരിക്കുന്നതാണോ? അത് രക്ഷപ്പെടുകയില്ല. അമ്മയുടെ അടുത്തുള്ളതൊക്കെ അനുസരിക്കുന്നതാണോ? അമ്മയുടെ കൂടെ ഉള്ളതൊക്കെ അനുസരിക്കുന്നതാണോ? എലിക്കുട്ടിയമ്മയുടെ എന്റെ കൂടെ താമസിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അത് വലിയ കാര്യല്ലേ? എന്റെ കൂടെ അങ്ങനെ താമസക്കാരില്ലല്ലോ. ഇല്ലല്ലേ? ഞാൻ ഇടയ്ക്ക് എല്ലാവരും കുറച്ച് ദിവസം ഇവിടേക്ക് കാണുള്ളൂ. അതെ അല്ലേ? ബാക്കിയുള്ളപ്പോഴോ? എനിക്ക് വലിയ ജോലിയുള്ളപ്പോ ഞാൻ ജോലിയുള്ളപ്പോ ഇവിടെ കാണും. ജോലിക്ക് വരുന്നതല്ലേ? എന്നാ ജോലിയാ ചെയ്യുന്നത്? അല്ലാതെ തന്നെ ഞാൻ സ്ഥിരം ഇവിടെ ഇല്ല. ഇല്ല, കേട്ടല്ലോ എല്ലാവരും. ഞാൻ സ്ഥിരം ഇവിടെ ഇല്ല, ജോലി ഉള്ളപ്പം വരുന്നതാന്ന്. എന്നാ ജോലിയായിരിക്കും ചെയ്യുന്നത്? എന്നാ ജോലിയാ ചെയ്യുന്നത്? എന്തെങ്കിലും ഓരോ ജോലിയുണ്ട് ചെയ്യും. അതിനുള്ള കാശും കിട്ടും. കാശ് കിട്ടും അല്ലേ? കാശൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നേ? ആ ശമ്പളം എവിടെയാ വെച്ചിരിക്കുന്നേ? അമ്മയുടെ ശമ്പളമൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത്? കുടിച്ചിട്ട് എടുക്കാമല്ലോ എന്നോർത്തായിരുന്നു.
ശമ്പളം എവിടെയാണ് സൂക്ഷിക്കാനൊന്നും ഇല്ലല്ലോ. അമ്മയുടെ പറയുമ്പോ ശമ്പളം ഉണ്ട്. എന്റെ കാര്യം നടക്കണ്ട. ഓ, അമ്മ ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് അമ്മയുടെ കാര്യങ്ങൾ നടത്തുന്നത്. എന്റെ വസ്ത്രം, എനിക്ക് വസ്ത്രം വേണം, ആ വിരിപ്പ് വേണം, പരിപ്പ് വേണം, ആ എന്തെല്ലാം വേണം. ആ അതൊക്കെ അമ്മയുടെ ശമ്പളം കൊണ്ടാണ് അമ്മ നടത്തുന്നത്. അതൊക്കെ എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ നടത്തും. ഓ അത് ശരി. ഓ പാവം അമ്മ. എല്ലാരും ഇത്രയും പ്രായമായ അമ്മേനെ കൊണ്ടാണ് പണി എടുപ്പിച്ച് കാശുണ്ടാക്കണത്. ശമ്പളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നല്ലേ വീട്ടുജോലി ചെയ്യുന്നവർക്ക്, അല്ലേ? കുടുംബത്ത് കിടന്ന് ജോലി ചെയ്യുന്നവർക്ക് ഒരു ശമ്പളം വെക്കേണ്ടതായിരുന്നു. അയ്യോ, ഒത്തിരി ശമ്പളം ഒന്നും ജോലിക്ക് കിട്ടിയില്ല. ഗവൺമെന്റ് പ്രയത്നിച്ചെങ്കിലേ ഉള്ളൂ നമുക്ക് ജോലിയും കിട്ടുള്ളൂ, പൈസയും കിട്ടുള്ളൂ. ഈ മാതാപിതാക്കളെയൊക്കെ പ്രായമായി മാതാപിതാക്കളെയൊക്കെ നോക്കിയിരിക്കുന്നവരില്ല, അവർക്ക് വേറെ ബസ്സയില്ലല്ലോ പൈസയ്ക്ക്. അപ്പൊ ഗവൺമെന്റിനോട് അവർക്ക് ഇച്ചിരി പെൻഷനായിട്ട് എന്തെങ്കിലും ഇച്ചിരി പൈസ കൊടുക്കാൻ, അവരുടെ വട്ടച്ചെലവിന്. എന്നാലും അവർക്ക് കുടുംബത്തിൽ ചെലവാക്കണം. കുടുംബത്തിൽ എന്നതായിരിക്കുന്നേ? കുടുംബത്തിൽ എന്നതായിരിക്കുന്നേ? ഒന്നുമില്ല. എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, വേറെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെന്ന്. ആ ഒരു രണ്ടറ്റം അമ്മ പറയല്ലേ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടാന്ന്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ? ആ എന്നാ ചെയ്യും? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്നതെല്ലാം അനുഭവിക്കുക, അനുഭവിച്ചോണ്ടിരിക്കുക. അതെ അതെ. ഈശോയോട് മാത്രം പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യാം. അല്ലാത്തവർക്ക് പറഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല. അലമ്പാ നീ, എല്ലാം അലമ്പാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളതും കൂടെ ഇല്ലാതെയായി. അതെ അതെ. ഒന്നും മിണ്ടാതിരിക്കുന്നതാ നല്ലത്, അല്ലേ? ഒന്നിനും പോകാതിരുന്നേക്ക് മാത്രം. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നു നമുക്ക് പറ്റാവുന്നല്ലോ. കൂടുതലുണ്ടെങ്കിൽ അതുങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാവുന്ന അങ്ങനെ ചെയ്തേക്കണം. അതിനോട് പറയുകയും വേണ്ട. അപ്പൊ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാവരും ഉണ്ട് കേട്ടോ. ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാത്തവരും ഉണ്ട്. കൂടുതലും ചെയ്യലാത്തവരാമേ. 25% ചെയ്യുന്നവരുണ്ട്, 75% ചെയ്യലാത്തവരാ. നമുക്ക് ആര് കൊടുത്താലും പോരാതായി. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.